ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. പുന്നപ്പുഴയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുകയായിരുന്ന 8 വയസ്സുകാരന്റെ ജീവൻ കോരിയെടുത്ത 11കാരൻ. വഴിക്കടവ് മുണ്ട ഗ്രീൻലാൻഡ് പുല്ലേങ്ങൽ ഷംസുദ്ദീന്റെ മകൻ അമൽ ഷാനാണ് തന്റെ കളിക്കൂട്ടുകാരൻ ഷെബിൻ ഷാനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. കാറ്റും മഴയും കാരണം പ്രദേശത്ത് 2 ദിവസമായി കറന്റില്ലായിരുന്നു. പൈപ്പിൽ വെള്ളമില്ലാത്തതിനാൽ വല്യപ്പയുടെയും വല്യമ്മയുടെയും മറ്റ് ബന്ധുക്കളോടുമൊപ്പമാണ് ഇരുവരും മറ്റു കൂട്ടുകാരോടൊപ്പം കുളിക്കാനും തുണികൾ കഴുകാനുമായി പുന്നപ്പുഴയിലെ അത്തിക്കുണ്ട് കടവിലെത്തിയത്. പുഴയിൽ നീന്തി കുളിക്കുന്നതിനിടെ ഒഴുക്കിലൂടെ ഷെബിൻ ഷാൻ കയത്തിലകപ്പെട്ടു. ജലസേചനത്തിനായുള്ള പമ്പ് ഹൌസ് സ്ഥാപിച്ച ഇവിടെ 2 ആൾക്ക് താഴ്ചയിൽ വെള്ളമുണ്ട്. ഈ സമയം പമ്പ് ഹൌസിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്ന സമയമായതിനാൽ വലിയ ചുഴി കയത്തിലുണ്ടായിരുന്നു. ഷെബിൻ ഷാൻ മുങ്ങിത്താഴ്ന്നത് കണ്ട് അമൽ ഷാന്റെ വല്യപ്പ അബൂബക്കർ പുഴയിലേക്ക് എടുത്തു ചാടി രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി. എന്നാൽ അബൂബക്കർ ചുഴിയിലകപ്പെട്ട് കുഴയുന്നത് കണ്ടതോടെ അമൽ ഷാൻ പുഴയോരത്തെ മുളങ്കാടുകൾക്കിടയിലൂടെ താഴേക്കോടി പുഴയിലേക്ക് എടുത്തു ചാടി. അപ്പോഴേക്കും കൂട്ടുകാരൻ കുഴഞ്ഞ് മൃതപ്രായനായിരുന്നു. ചുഴിയുടെ കാണാക്കയങ്ങളിലേക്ക് താഴ്ന്നു പോകുന്ന കൂട്ടുകാരനെ കൈവിടാൻ അമൽ ഷാൻ തയ്യാറായിരുന്നില്ല. ധീരത കൈവിടാതെ കുഞ്ഞു കൂട്ടുകാരനെ വാരിയെടുത്ത് ഊളിയിട്ട് അതിസാഹസികമായി കരയിലെത്തിച്ചു. അപ്പോഴേക്കും ഷെബിൻ ഷാന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. സമയം ഒട്ടും കളയാതെ കൂട്ടുകാരന് CPR കൊടുത്ത് ബോധം വീണ്ടെടുത്തു. ഈ സമയം പുഴവക്കത്ത് കാലികളെ മേച്ചുകൊണ്ടിരുന്ന ചെറിയാപ്പു കാക്കയും ഓടിയെത്തി. എല്ലാവരും ചേർന്ന് ഷെബിൻ ഷാനെയും കൂട്ടുകാരനെയും രക്ഷപ്പെടുത്താനുള്ള മുളങ്കൂട്ടത്തിനിടയിലൂടെയുള്ള ഓട്ടത്തിനിടയിൽ ശരീരമാകെ മുറിവുകൾ പറ്റിയ അമൽ ഷാനെയും ആശുപത്രിയിലെത്തിച്ചു. ഇരുവരും സുഖം പ്രാപിച്ച് ഇന്നലെ വീട്ടിലെത്തി. ഒരിക്കല് പെട്ടപ്പം ഇവന് ഞാൻ പറഞ്ഞു അവനോട് മേലക്ക് വരാന്. അതില് ഇവന് ഞാൻ ഈ സൈഡിൽ കൂടെ വരാൻ പറഞ്ഞില്ലേ, ഓന് അപ്പം ആ ഒരിക്കല് കൂടെ വരാൻ എഴുതിയിട്ട് ഓൻ അവിടുന്ന് നീന്തിയതാണ്. ആർക്കും മേലക്ക് നീന്താൻ വെക്കൂല. അപ്പം ഓനക്ക് 9 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. അപ്പം ഓന് അടിയിക്കൊണ്ട് പോന്നു. അതില് ഇവന് ഇപ്പനെ വിളിച്ചു, എന്താ ഞാൻ കൊണ്ടുപെട്ടുകയാണ് അറിയണ്ട്. ഇവന് മുങ്ങണ കണ്ടിട്ട് ഇപ്പാക്കും നീന്താൻ വെക്കണമെന്നില്ല. അതിലെന്ത് ചെയ്തു, ഞാന് അതില് ആ പാറം കൂടെ വലിഞ്ഞ് കയറിയാണ്ട് അപ്പുറത്തേക്ക് എത്തി. അതിൽ ഈ കാടിൻ്റെ ഇവിടെ മുള്ള്. അതിൽ ഞാൻ ഒരു വള്ളി ഉണ്ടായിരുന്നു, അതിമ പിടിച്ച് തൂങ്ങിയാണ്ട് ആ കാടിൻ്റെ സെൻറ്റർക്ക് എത്തി. അതിൽ ഇവിടെ നിറച്ച് മുളകളും കാര്യങ്ങളും ഓൻ മുങ്ങിത്തവണ കണ്ടാണ്ട് ഞാൻ ഇച്ച് പേടിയായി. ഞാൻ വേഗം മണ്ടി. അതിലോൻ കുറച്ച് എൻ്റെ അടുത്തേക്ക് എത്തി. അതിൽ ഞാൻ പോയേക്ക് ഇറങ്ങി, വള്ളിമ തൂങ്ങിയാണ്ട് ഇറങ്ങി. അതിൽ ഇവൻ്റെ കുറച്ച് ഇതിൽ അങ്ങോട്ട് ഓൻ്റെ അടുത്തേക്ക് പോയപ്പോൾ എൻ്റെ ബാക്കിൽ പോയപ്പം ഓനിങ്ങനെ താന്നിങ്ങനെ പോയത്. അതിലോടെ മുടിയുമ്പ പിടിച്ചാണ്ട് ഞാൻ കരക്കൊക്കെ കയറ്റി. അതിൽ ഇവനക്ക് ശ്വാസമൊന്നും കിട്ടണില്ലേ. അതിൽ ഞാൻ അവൻ്റെ വായിലൂടെ ഒന്ന് ഊതി. അതിലപ്പോൾ എനിക്കൊരു സൗണ്ട് വന്നു. അപ്പം ഇവനെ ഞാൻ പള്ളൊന്ന് പ്രസ് ചെയ്തു. അതിൽ ഇവന് നല്ല ഛർദ്ദിച്ചിരുന്നു. അതിൽ പള്ളയിലും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അതിൽ ആൻറ്റി വന്നാണ്ട് വായക്ക് കൈയിട്ടാണ്ട് ഒന്നുകൂടി ഛർദ്ദിപ്പിച്ചാണ്ട് ശരിയാക്കി. പിന്നെ ഒരു കാക്ക വന്നാണ്ട് ഓനെ കിച്ചാൻ വെക്കണതേനി. ഓനെ കുഴഞ്ഞോണ്ട് അതിൽ അവിടെ ഒരു കാക്ക ഉണ്ടായിരുന്നു, ചെറിയപ്പാക്കാരൻ. ആ ചെറിയപ്പാക്ക എന്നാണ്ട് ഞങ്ങളെ കരക്കൊക്കെ എത്തിച്ചെന്നു. അപകട സമയത്ത് CPR എങ്ങനെ കൊടുക്കാമെന്ന 5ാം ക്ലാസ്സിലെ പാഠഭാഗമാണ് തുണയായതെന്ന് അമൽ ഷാൻ പറഞ്ഞു. വഴിക്കടവ് മുണ്ട AUP സ്കൂൾ 6ാം ക്ലാസ്സിൽ നിന്നും ഇത്തവണ 7ലേക്ക് ജയിച്ച വിദ്യാർത്ഥിയാണ് ധീരതയുടെ പര്യായമായ അമൽ ഷാൻ. അരിമ്പ്രത്തൊടിക സുനീർ ബാബുവിന്റെ മകനാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഷെബിൻ ഷാൻ. മുണ്ട ഗൈഡൻസ് സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ മണലിലൊന്നോടെ അതില് പറഞ്ഞു അപ്പുറത്തെ അത്തിക്കൊണ്ടാണ് വേഗം വാറണം. അതിലാ നീന്തിയപ്പോ എനിക്ക് നീന്താൻ വയ്ക്കാം. ഞാൻ ബാക്കൊക്കെ അങ്ങനെ പോയി. അതില് ഞാന് അപ്പൊക്ക ഞാനീ മുങ്ങണ്ടായിരുന്നു. അതില് ഞാൻ ബാക്കൊക്കെ പോയി മുങ്ങി. രക്ഷപ്പെടുത്തിയോ? വീട്ടില് കറണ്ട് ഇല്ലാത്തോണ്ട് വെള്ളിയാഴ്ചയല്ലേ, അപ്പൊ കുളിക്കാൻ വേണ്ടി പോയതാ. നല്ല ആഴമുള്ള സ്ഥലമാണോ? ഒരു 20 അടിയോളം ആഴ്ച വരും. നല്ല കുത്തൊഴുക്ക് പറഞ്ഞാല് കുട്ടി ചെറുതായതുകൊണ്ട് കുമ്പിട്ട്
നിന്നതോടുകൂടി വെള്ളത്തിന് ഓനെ തള്ളാനുള്ള ദമ്മൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഒരു പാറ ഇങ്ങനെ വിലങ്ങനെ കിടക്കല്ലേ. അപ്പൊ ആ പാറിന്റെ അടിയിൽ കൂടി ലേസം വെള്ളം വരുന്നിടത്ത് കുറച്ച് മണൽ കൂടി കിടക്കുന്നുണ്ട്. മറ്റുള്ള കുട്ടികളും കൂടി ആ മണൽ കാണാൻ ഇറങ്ങിക്കുകയാണെങ്കിൽ ഒരു കൂട്ടം മരണം തന്നെ സംഭവിക്കും. എന്റെ കൈ കിട്ടാഞ്ഞത് എന്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അന്ന് അപ്പൊ അവിടെ വെള്ളത്തിൽ പോകും. കാരണം കുട്ടി എന്നെ പിടിക്കും ചെയ്യും, എനിക്ക് നീന്താനും കഴിയൂല. ഇവൻ താഴ്ചയിൽ താന്ന് പൊന്തി നിൽക്കണണ്ടപ്പോ ഞാൻ ആകെ തളർന്നു പോയി. പുന്നപ്പുഴയിലെ അത്തിക്കുണ്ട് കടവിൽ കയത്തിൽ ഇതിനകം 6 പേർ മുങ്ങി മരിച്ചതായി നാട്ടുകാർ പറയുന്നു. കാണാക്കയങ്ങളുള്ള ഈ കടവിൽ നിന്നാണ് മരണത്തിന്റെ കരങ്ങളിൽ നിന്നും കുഞ്ഞു കൂട്ടുകാരന് അമൽഷാൻ ജീവിതം തിരിച്ചു നൽകിയത്. അമൽഷാന്റെ ധീരത നാടാകെ വാഴ്ത്തുപാട്ടായിരിക്കുകയാണ്. അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ ഈ കൊച്ചുമിടുക്കനെ അനുമോദിക്കാനുള്ള ഒരുക്കത്തിലാണ് അധ്യാപകരും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, വഴിക്കടവ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.